തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ. പൂരം കലക്കിയത് ഇടതു നേതാക്കളെന്ന ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാർ. പി.വി. അൻവറിന്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മൌനം വെടിയണമെന്നും ശോഭാ സുരേന്ദ്രൻ. വടക്കാഞ്ചേരി അകമലയിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചേലക്കര സ്വദേശിനി സൂസമ്മയാണ് മരിച്ചത്. മണ്ണുത്തിൽ പിക്കപ്പ് വാനിടിച്ച് വീട്ടമ്മ മരിച്ചു. കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ ഈ മാസം 5-ന് പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കും. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ്, കേബിൾ ടിവി, കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുകയെന്ന ലക്ഷ്യവുമായാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. പാടു-ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം അനന്തമായി നീളുന്നു. കൃഷിയും കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്കയിൽ കർഷകർ. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് മോഷണം പോയ ബസ് ഗുരുവായൂരിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട ബസ്സിലെ മുൻ ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമസ്കാരം. വിശദമായ വാർത്തയിലേക്ക്. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന മുൻ മന്ത്രി വി.എസ്. സുനിൽകുമാർ. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് പി.വി. അൻവർ എം.എൽ.എ. നടത്തിയ വെളിപ്പെടുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു സുനിൽകുമാർ. സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണം. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ എ.ഡി.ജി.പി. അജിത് കുമാറിന് പങ്കുണ്ടോ എന്ന് നേരിട്ടറിയില്ല. പൂരം കലക്കിയത് യാദൃശ്ചികമായല്ല. പോലീസ് മാത്രമല്ല, പൂരത്തിന്റെ നടത്തിപ്പുകാർക്കും പങ്കുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പൂരം അലങ്കോലമാക്കിയത്. പകൽ സമയത്ത് പ്രശ്നമില്ലായിരുന്നുവെന്നും രാത്രി പൂരമാണ് നിർത്തിയതെന്നും സുനിൽകുമാർ പറഞ്ഞു. പൂരം അലങ്കോലമാക്കാൻ നേതൃത്വം കൊടുത്തത് ആരായാലും പുറത്തുവരണം. ബി.ജെ.പി. സ്ഥാനാർത്ഥിയെ രാത്രി ആംബുലൻസിൽ എത്തിച്ചത് യാദൃശ്ചികമല്ലെന്നും സുനിൽകുമാർ പറഞ്ഞു. പകൽ പൂരം നടത്തിപ്പിനിടയിൽ ഒരു പരാതിയില്ലാതെ നടന്ന പൂരം, അന്നത്തെ പൂരത്തിന്റെ തെക്കോട്ടിറക്കം കഴിഞ്ഞതിന് ശേഷം ഞാൻ മനസ്സിലാക്കുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആളുകളൊക്കെ തന്നെ അന്നത്തെ പോലീസ് കമ്മീഷണറുടെ കൂടെ നിന്ന് സെൽഫി വരെ എടുത്താണ് നന്നായി ചെയ്തു എന്നുള്ളത് നൽകി. അപ്പൊ ആർക്കും ഒരു കംപ്ലൈന്റും ഒരു പരാതിയും ഈ പൂരത്തിന് നടത്തിപ്പുമായി ബന്ധപ്പെട്ടില്ല. അതെല്ലാവരും ഒന്നിച്ച് സഹകരിച്ച് നടക്കുന്ന പൂരം രാത്രി സമയത്ത് പൂരത്തിന്റെ മേളം നിർത്തിവെക്കാൻ പറയുക, ലൈറ്റ് ഓഫ് ചെയ്യുക, വെടിക്കെട്ട് നടത്തില്ല എന്ന് പറയുന്ന നാടകീയമായ നിലപാടുകൾ ഉണ്ടാവുകയും ബി.ജെ.പി. സ്ഥാനാർത്ഥി RSSന്റെ നേതാക്കന്മാരോടൊപ്പം നാടകീയമായി അതിന്റെ പൂരത്തിന്റെ ഒരു ചടങ്ങുകളിൽ അതുവരെ പങ്കെടുക്കാതിരുന്ന ബി.ജെ.പി. സ്ഥാനാർത്ഥി നാടകീയമായ ആ സമയത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളത് കൂട്ടി വായിക്കുമ്പോൾ അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചന എല്ലാവർക്കും മനസ്സിലാവും. തൃശൂർ പൂരം അലങ്കോലമാക്കിയത് വി.എസ്. സുനിൽകുമാറും മന്ത്രി കെ. രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കളാണെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. അനീഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. പോലീസിനെ ഉപയോഗിച്ച് തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ പാപഭാരത്തിൽ നിന്ന് കൈ കഴുകാനും സുരേഷ് ഗോപിയെ അപമാനിക്കുന്നതിനുമാണ് സുനിൽകുമാറിന്റെ പ്രസ്താവനയെന്നും അനീഷ് കുമാർ കുറ്റപ്പെടുത്തി. പോലീസുമായി ഗൂഢാലോചന നടത്താൻ സാധിക്കുന്നത് സുനിൽകുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കൾക്കാണ്. പൂരത്തിന് ആനയ്ക്ക് കൊണ്ടുവന്ന പട്ടയും കുടമാറ്റത്തിനുള്ള കുടയും കൊണ്ടുപോകാൻ പോലും അനുവദിക്കാതെ പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞു. പൂരം വെടിക്കെട്ടിന്റെ അനിശ്ചിതത്വം നിലനിന്ന 2 മണിക്കൂർ കെ. രാജനും സുനിൽകുമാറും കമ്മീഷണറും കളക്ടറും ഒന്നും സ്ഥലത്ത് വരാൻ പോലും തയ്യാറായില്ലെന്നും സുരേഷ് ഗോപിയുടെ പരിശ്രമം കൊണ്ടാണ് വെടിക്കെട്ട് നടത്താൻ ദിവസങ്ങൾ തയ്യാറായതെന്നും അനീഷ് കുമാർ പറഞ്ഞു. ഇവിടെ കൃത്യമായിട്ടുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന നടത്തിയിട്ടുള്ളത് ഈ പറയുന്ന സുനിൽകുമാറും രാജനും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ നേതാക്കന്മാരാണ്. പോലീസുമായിട്ട് ഗൂഢാലോചന നടത്തി പൂരം അട്ടിമറിക്കാനുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം പോലീസിന് നൽകിയിട്ടുള്ളത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇതൊരു ഇടതുപക്ഷത്തിൻ്റെ രീതിയാണ്. ക്ഷേത്ര ഉത്സവങ്ങൾ, ആചാരങ്ങൾ അത് തകർക്കുക എന്നുള്ളത് ഇടതുപക്ഷ നയമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം അവർ നിരീശ്വരവാദികളാണ്. ഇത്തരം വിശ്വാസങ്ങളെയൊക്കെ അവജ്ഞയോടുകൂടി നോക്കിക്കാണുന്ന ആളുകളാണ്. ഒരു ആരാധനാലയം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു. ക്ഷേത്രങ്ങളും പള്ളികളും തകർത്ത് അവിടെ കപ്പ നടണം എന്ന് പറഞ്ഞിട്ടുള്ള ആളുകളാണ്. ശബരിമലയിൽ ചെന്ന് തീർത്ഥം കൊടുത്ത സമയത്ത് സാനിറ്റൈസറാക്കി കൈ കഴുകിയിട്ടുള്ള ദേവസ്വം മന്ത്രിയുള്ള നാടാണ് കേരളം. ഗുരുവായൂരിൽ വന്ന സമയത്ത് ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് നോക്കി ആ കാണുന്നയിടത്താണോ കൃഷ്ണൻ ഇരിക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പോൾ ഈ വിശ്വാസങ്ങളെ അവജ്ഞയോടുകൂടി കാണുന്ന, ഇതെല്ലാം മ്ലേച്ഛമായിട്ട് കരുതുന്ന ഇടതുപക്ഷത്തിൻ്റെ മനസ്സിലിരിപ്പ്
അതിൻ്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ. തൃശൂരിൽ താമര വിരിഞ്ഞപ്പോൾ 3 പേരുടെ ചെവിയിലാണ് ചെമ്പരത്തിപ്പൂ വിരിഞ്ഞത്. ഒന്നാമത് പ്രതാപന്റെ ചെവിയിലും, രണ്ടാമത് മുരളീധരന്റെ ചെവിയിലും, മൂന്നാമത് സുനിൽകുമാറിന്റെ ചെവിയിലുമാണ്. വിശ്വാസം തകർത്തുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് ഞങ്ങൾ തയ്യാറല്ലെന്നും പൂരം തകർക്കാൻ ശ്രമിച്ചതുമായി അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും കെ അനീഷ് കുമാർ പറഞ്ഞു. BJP ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജസ്റ്റിൻ ജേക്കബ്, ബിജോയ് തോമസ്, രഘുനാഥ് സി മേനോൻ എന്നിവരും പങ്കെടുത്തു. PV അൻവറിന്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് CBI കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. ഇത്രയും നെറികേടുകൾ കേരളത്തിൽ നടന്നിട്ടും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തുടരുന്ന മൗനം വെടിയണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ കുത്തഴിഞ്ഞെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടിട്ടും ഈ ഗവൺമെന്റിനെ ന്യായീകരിച്ച് ഇത് തെറ്റിനെ അംഗീകരിക്കുന്ന ഗവൺമെന്റ് അല്ല എന്ന് മുഹമ്മദ് റിയാസ് വ്യക്തമാക്കിയിരിക്കുകയാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും ഈ നിമിഷവും മാഫിയയല്ല മിസ്റ്റർ പിണറായി വിജയൻ എങ്കിൽ, മാർക്സിസ്റ്റ് ആണെങ്കിൽ ഈ അന്വേഷണങ്ങൾ CBIയെ ഏൽപ്പിക്കാൻ വേണ്ടി തയ്യാറാണ്. കേരളത്തിൽ അതിന് തീരുമാനമെടുക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി അനുവദിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നത് എന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വ്യക്തമാക്കണം. ആഭ്യന്തര വകുപ്പ് ഇത്രയേറെ കുത്തഴിഞ്ഞെന്ന് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു കഴിഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോഴും മാഫിയ അല്ല മാർക്സിസ്റ്റ് ആണെങ്കിൽ ഈ അന്വേഷണം CBIയെ ഏൽപ്പിക്കാൻ തയ്യാറാകണം. അതിന് സമ്മതിക്കാൻ സൂപ്പർ മുഖ്യമന്ത്രി മുഹമ്മദ് റിയാസ് തയ്യാറാകുന്നില്ലെങ്കിൽ കേരളത്തിലെ ഭരണം ആരാണ് നിയന്ത്രിക്കുന്നതെന്ന് പൊതുസമൂഹത്തോട് വ്യക്തമാക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി തയ്യാറാകണം. ശിവശങ്കറിനെ പോലെയും അജിത് കുമാറിനെ പോലെയും പിണറായി വിജയനെയും തെറ്റ് ചെയ്യിച്ച അദൃശ്യ ശക്തികളെക്കുറിച്ച് അന്വേഷിക്കാൻ CPM സംസ്ഥാന സെക്രട്ടറി തയ്യാറാകണം. കള്ളക്കടത്ത് മാഫിയയ്ക്കും മയക്കുമരുന്ന് മാഫിയയ്ക്കും നേതൃത്വം നൽകിക്കൊണ്ട് കേരളത്തിൽ ഒരു ADGP പ്രവർത്തിക്കുന്നുവെന്നത് നിസ്സാരമായ കാര്യമല്ല. ഇക്കാര്യത്തിൽ കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ കാണുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. വടക്കാഞ്ചേരി അകമല വളവിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ് വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചേലക്കര പട്ടാണിപ്പറമ്പിൽ തുണ്ടത്തിൽ വീട്ടിൽ 72 വയസ്സുള്ള സൂസമ്മ വർഗീസാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. ചേലക്കരയിൽ താമസിക്കുന്ന ഇടുക്കി സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. ചേലക്കരയിൽ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. കാറിൽ 4 പേരാണ് ഉണ്ടായിരുന്നത്. ക്യാൻസർ ബാധിതയായ സൂസമ്മയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴിയാണ് അപകടമുണ്ടായത്. വടക്കാഞ്ചേരി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മണ്ണുത്തിയിൽ പിക്കപ്പ് വാനിടിച്ച് വീട്ടമ്മ മരിച്ചു. വിലങ്ങനു പായക്കണ്ടം അരീക്കുഴിക്കൽ തോമസ് ഭാര്യ 62 വയസ്സുള്ള ലീലാമ്മയാണ് മരിച്ചത്. ഡോൺബോസ്കോ സ്കൂളിന് സമീപം ദേശീയപാത മുറിച്ചു കടക്കുന്നിടെ ലീലാമ്മയെ പാലക്കാട് ഭാഗത്തു നിന്ന് വന്ന പിക്കപ്പ് വാൻ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ഉടൻ തന്നെ തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മണ്ണുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ് കേബിൾ TV കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായി കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ ഈ മാസം 5-ന് പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കുമെന്ന് കേരള വിഷൻ COA ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിജിറ്റൽ കേബിൾ TV മേഖലയിൽ 5-ാം സ്ഥാനത്തും അതുപോലെ തന്നെ ബ്രോഡ്ബാൻഡ് മേഖലയിൽ 7-ാം സ്ഥാനത്തും കേരള വിഷൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. മാത്രമല്ല ഗ്രാമീണ മേഖലയിൽ വയർഡ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി കൊടുക്കുന്ന കാര്യത്തിൽ BSNL തൊട്ടുപുറകിലായി കേരള വിഷൻ 2-ാം സ്ഥാനത്ത് ഇന്ത്യയിൽ എത്തി നിൽക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ടാണ് ഈ എന്റർപ്രൈനേഴ്സ് മീറ്റിനെ കേരള വിഷൻ അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല ഈ വർഷത്തെ ലക്ഷ്യമെന്ന് പറയുന്നത് 5 ലക്ഷം ബ്രോഡ്ബാൻഡ് കണക്ഷനും അതുപോലെ തന്നെ 5 ലക്ഷം ഡിജിറ്റൽ കണക്ഷനും പുതിയതായി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ലക്ഷ്യം ഏറെക്കുറെ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം നേട്ടങ്ങൾ കൈവരിച്ചുകൊണ്ട് കേരള വിഷൻ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും താഴെക്കിടയിലുള്ള ആളുകൾക്ക് കൂടി പ്രാപ്യമാവുന്ന രീതിയിൽ കുറഞ്ഞ നിരക്കിലുള്ള പ്ലാനുകൾ ഏർപ്പെടുത്തിക്കൊണ്ടാണ് കേരള വിഷൻ നേട്ടങ്ങളൊക്കെ കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 1500 കേബിൾ TV സംരംഭകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് സംഘടിപ്പിക്കുന്ന കൺവെൻഷൻ വ്യാഴാഴ്ച രാവിലെ 10:30-ന് ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്യും. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിക്കും. P. ബാലചന്ദ്രൻ MLA കേരള വിഷൻ OTT പ്ലാറ്റ്ഫോമിന്റെ കമേഴ്സ്യൽ ലോഞ്ചിംഗ് നിർവഹിക്കും. ഇസാഫ് ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ പോൾ തോമസ്,
സംരംഭകർക്ക് മുമ്പിലുള്ള വെല്ലുവിളികളും സാധ്യതകളും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കും. കേരള വിഷൻ്റെ വിവിധ സംരംഭങ്ങളിൽ നിക്ഷേപകരായിട്ടുള്ള ഓപ്പറേറ്റർമാരാണ് ഇവിടെ പങ്കെടുക്കുന്നത്. കേരള വിഷൻ്റെ ഒരു പ്രത്യേകത, ഒരു സംഘടന എന്ന നിലയിൽ COA എന്ന ഓർഗനൈസേഷൻ ഉണ്ടെങ്കിലും അതിൻ്റെ കീഴിലുള്ള വിവിധ സംരംഭങ്ങളിൽ കേബിൾ ടി ഓപ്പറേറ്റർമാരിൽ നിന്ന് തന്നെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് ഈ കമ്പനികൾ രൂപീകരിച്ചിട്ടുള്ളത്. അതിൽ നിക്ഷേപം നടത്തിയിട്ടുള്ള ഓപ്പറേറ്റർമാരാണ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. കേരള വിഷൻ ഡിജിറ്റൽ TV, ബ്രോഡ്ബാൻഡ് സർവീസ് എന്നിവയിൽ നടപ്പിലാക്കിയ ആധുനികവൽക്കരണങ്ങളും മറ്റു സവിശേഷതകളും കൺവെൻഷൻ ചർച്ച ചെയ്യും. സംരംഭകർക്കായുള്ള ബിസിനസ് ടെക്നിക്കൽ അവതരണങ്ങളും കൺവെൻഷന്റെ ഭാഗമായി നടക്കും. കൺവെൻഷന് ശേഷം വൈകിട്ട് 5 മുതൽ രണ്ടാമത് കേരള വിഷൻ ടെലിവിഷൻ അവാർഡ് നൈറ്റും മെഗാ ഷോയും അരങ്ങേറും. COA ജനറൽ സെക്രട്ടറി PB സുരേഷ്, കേരള വിഷൻ ചെയർമാൻ K ഗോവിന്ദൻ, KCCL MD PP സുരേഷ് കുമാർ, ഇൻഫോമീഡിയ മാനേജിംഗ് എഡിറ്റർ KV രാജൻ, COA തൃശൂർ ജില്ലാ സെക്രട്ടറി P ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. പാടൂർ ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം അനന്തമായി നീളുന്നത് കൃഷിയും കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലാക്കുമെന്ന ആശങ്ക. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളുടെ നവീകരണം ഒച്ചിഴയുന്ന വേഗതയിലാണ് നടക്കുന്നത്. റെഗുലേറ്ററിന് ഷട്ടറുകൾ ഇല്ലാത്തതിനാൽ വേലിയേറ്റത്തിന് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം മുല്ലശ്ശേരി KLDC കനാലിലേക്ക് കടക്കാനുള്ള സാധ്യത ഏറെയാണ്. എളവള്ളി പഞ്ചായത്തിന്റെ ജലനിധി കുടിവെള്ള പദ്ധതിയും ഹെക്ടർ കണക്കിന് പാടശേഖരങ്ങളിലെ നെൽകൃഷിയും KLDC കനാലിലെ വെള്ളം ഉപയോഗിച്ചാണ് നടപ്പിലാക്കുന്നത്. ഉപ്പുവെള്ളം കനാലിലേക്ക് കയറിയാൽ പഞ്ചായത്തിന്റെ കുടിവെള്ള പദ്ധതിയെയും നെൽകൃഷിയെയും ദോഷകരമായി ബാധിക്കും. കനാലിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി റെഗുലേറ്ററിന് അഭിമുഖമായി താൽക്കാലിക വളയം കെട്ടുകൾ മുൻ വർഷങ്ങളിൽ നിർമ്മിക്കാറുണ്ട്. ഇതിനുള്ള പ്രാരംഭ നടപടികളും പൂർത്തിയാക്കാത്തത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നു. പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കനാലിലേക്ക് കയറാതിരിക്കുന്നതിനും ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം പൂർത്തിയാക്കുന്നതിനും അടിയന്തര നടപടിയുണ്ടാകണമെന്ന് പാവറട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി അധികൃതരോട് ആവശ്യപ്പെട്ടു. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ ഷട്ടറുകളെല്ലാം ഊരിമാറ്റിയിട്ട് കുറച്ചു കാലമായി. ഈ സമയത്തിനുള്ളിൽ ഇതുവരെ അത് റിപ്പയർ ചെയ്യാത്തത് മൂലവും വളയം ബണ്ട് കെട്ടാത്തത് മൂലം ഇന്ന് ഉപ്പുവെള്ള ഭീഷണി ഈ മേഖലകളിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കർഷകർ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഈ ഇടിയഞ്ചിറയുമായി ബന്ധപ്പെട്ട ഉപ്പുവെള്ളം കയറുന്ന ഈ പ്രവർത്തനം അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി 15 വർഷത്തോളം മണലൂരിന്റെ MLA ആയ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ കാര്യമാണ്. മുൻവർഷങ്ങളിൽ ഇടിയഞ്ചിറ റെഗുലേറ്റർ വഴി കയറിയ ഉപ്പുവെള്ളം കാരണം മുല്ലശ്ശേരി വെങ്കടങ്ങ് മേഖലയിൽ 250 ഏക്കർ കൃഷിഭൂമിയാണ് കൃഷി ചെയ്യാതെ തരിച്ചുകിടക്കുന്നത്. കർഷകരും പാടശേഖര സമിതികളും കർഷക സംഘടനകളും പലതവണ ആവശ്യപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ കർഷകരും വിവിധ സംഘടനകളും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ്. TCV ന്യൂസ്, പാവറട്ടി. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് മോഷണം പോയ ബസ് ഗുരുവായൂരിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട ബസ്സിലെ മുൻ ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് പുലർച്ചെയാണ് കുന്നംകുളം ഗുരുവായൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ് മോഷണം പോയത്. മോഷ്ടാവ് ബസ് ഓടിച്ചു പോകുന്നതിന്റെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിൽ പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് ചമഞ്ഞ അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തെത്തി ഭീഷണിപ്പെടുത്തി പണം തട്ടുന്ന വിരുദ്ധനെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ചാവക്കാട് പാലയൂർ കറുപ്പം വീട്ടിൽ സവാദിനെയാണ് കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം മറ്റത്തൂർ കുന്നിലെത്തി അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തെത്തി പണം കൈക്കലാക്കിയെന്ന പരാതിയെ തുടർന്നാണ് ഇയാളെ പിടികൂടിയത്. നിരവധി സ്ഥലങ്ങളിൽ നിന്ന് സമാന രീതിയിൽ ഇയാൾ പണം തട്ടിയെടുത്തിട്ടുള്ളതായി പോലീസ് പറഞ്ഞു. സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന ഓണം പുസ്തകോത്സവത്തിന് തൃശൂരിൽ തുടക്കമായി. അക്കാദമി വൈലോപ്പള്ളി ഹാളിൽ ആരംഭിച്ച പുസ്തകോത്സവം അക്കാദമി പ്രസിഡന്റ് സച്ചിദാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി CP അബൂബക്കർ, ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സാഹിത്യ അക്കാദമികളുടെയും കേരള സംഗീത നാടക അക്കാദമി, കേരള കലാമണ്ഡലം, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്, സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയ പ്രസാധകരുടെ പുസ്തകങ്ങളാണ് വിൽപ്പനയ്ക്കുള്ളത്. 60% വരെ വിലക്കുറവിലാണ് പുസ്തകങ്ങൾ ലഭ്യമാക്കുന്നത്. ഈ മാസം 12-ന് പുസ്തകോത്സവം സമാപിക്കും. കേരള ബാങ്കിനെതിരെ ഭരണകക്ഷി തൊഴിലാളി സംഘടനയുടെ പ്രതിഷേധം. കേരള ബാങ്ക് ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയൻ CITUവിന്റെ നേതൃത്വത്തിലാണ് തൃശൂരിലെ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. ജില്ലയിലെ കളക്ഷൻ ഏജന്റുമാരോടുള്ള ബാങ്കിന്റെ അവഗണന അവസാനിപ്പിക്കുക, കളക്ഷൻ ഏജന്റുമാരുടെ ശമ്പളം പരിഷ്കരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CITU ജില്ലാ സെക്രട്ടറി UP ജോസഫ് ധർണ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് K രാജേഷ് അധ്യക്ഷത വഹിച്ചു. CITU തൃശൂർ ഏരിയ സെക്രട്ടറി T സുധാകരൻ, ബാങ്ക് തൊഴിലാളി
സംഘടന മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി നരേന്ദ്രൻ, ഹരിത കർമ്മസേന ജില്ലാ സെക്രട്ടറി സിനി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വൃഷ്ടി പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനാൽ ചിമ്മിനി ഡാമിലെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ 4 സ്പിൽവേ ഷട്ടറുകൾ 2 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയത്. സെക്കൻഡിൽ 1.15 ഘനമീറ്റർ എന്ന തോതിൽ കുറുമാലി പുഴയിലേക്ക് ജലം ഒഴുക്കിവിടുന്നത്. ഇതിനാൽ പുഴയിൽ 3 മുതൽ 4 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട്. കരുവന്നൂർ കുറുമാലി പുഴകളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. ദേശീയപാത പേരാമ്പ്ര അപ്പോളയ്ക്ക് സമീപം റോഡിൽ തുറന്നുകിടക്കുന്ന കാന അപകട ഭീഷണിയായി മാറുന്നു. ചെറുകുന്നിലേക്ക് റോഡ് തിരിയുന്ന ഭാഗത്തുള്ള യുടേണിന് സമീപത്താണ് സ്ലാബ് തകർന്ന് കാന തുറന്നുകിടക്കുന്നത്. സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾ പ്രധാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് തകർന്നുകിടക്കുന്ന സ്ലാബും തുറന്നുകിടക്കുന്ന കാനയും ഇരുചക്ര വാഹന യാത്രികരുടെയും കാൽനട യാത്രക്കാരുടെയും ജീവന് ഭീഷണി ഉയർത്തുകയാണ്. ഇരുമ്പുകമ്പി റോഡിലേക്ക് ഉയർന്നു നിൽക്കുന്നതും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. വാഹനം ഇടിച്ചാണ് കാനയുടെ മുകളിലെ സ്ലാബ് തകർന്നത്. തകർന്ന സ്ലാബ് മാറ്റി സ്ഥാപിച്ച് അപകട സാധ്യത ഒഴിവാക്കാനുള്ള നടപടി അധികൃതർ ഇനിയും സ്വീകരിച്ചിട്ടില്ല. പള്ളം പള്ളിക്കൽ കനാൽ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് UDFന്റെ നേതൃത്വത്തിൽ റോഡിലെ കുഴിയിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു. വള്ളത്തോൾ നഗർ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സി അർഷാദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് സെക്രട്ടറി KY അഫ്സൽ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് സെയ്ദ് അലവി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം കൌൺസിലർ AA അബ്ദുൽ ഖാദർ, മുസ്ലിം ലീഗ് പള്ളിക്കൽ യൂണിറ്റ് സെക്രട്ടറി K മുഹമ്മദ് അബ്ബാസ് എന്നിവർ പങ്കെടുത്തു. മദ്രസയിലേക്കും സ്കൂളിലേക്കും പോകുന്ന വിദ്യാർത്ഥികളും ഈ വഴികളിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങളിലും കാൽനടയായിട്ടുമൊക്കെ കടന്നു പോകുന്ന മുഴുവൻ ആളുകൾക്കും വലിയ ദുരിതയാത്രയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. വലിയ കുഴികളും ഗട്ടറുകളുമൊക്കെയായി വലിയ അപകട സാധ്യതയാണ് ഈ പ്രദേശത്ത് നിലനിൽക്കുന്നതും. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് വേണ്ടി വെട്ടിയ കുഴികൾ കൃത്യമായി റീടാറിംഗ് ചെയ്യാത്തത് ഈ പ്രയാസം ഇരട്ടിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ വലിയ ആഗ്രഹമാണ് സ്വന്തമായൊരു വാഹനം വാങ്ങുക എന്നുള്ളത്. മുല്ലശ്ശേരി സെന്ററിലെ കലുങ്കിന്റെ നിർമ്മാണം കൂടുതൽ തൊഴിലാളികളെ ഉൾപ്പെടുത്തി വേഗത്തിലാക്കണമെന്ന് മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം യോഗം ആവശ്യപ്പെട്ടു. വേനലിൽ ചെയ്യേണ്ട നിർമ്മാണ പ്രവൃത്തികൾ മഴക്കാലത്ത് ചെയ്യുന്നത് മൂലം യാത്രക്കാർ വലിയ ദുരിതത്തിലാണ്. രൂക്ഷമായ ഗതാഗത കുരുക്കാണ് ഇവിടെയുള്ളത്. വെള്ളക്കെട്ടും തകർന്ന റോഡ് മൂലം ജനങ്ങൾ ബുദ്ധിമുട്ടിലായി. സെന്ററിന് തെക്ക് ഭാഗത്ത് പെട്രോൾ പമ്പിന് സമീപമാണ് ഇപ്പോൾ കലുങ്ക് നിർമ്മിക്കുന്നത്. ഇതിന് 20 മീറ്റർ മാത്രം തെക്ക് മാറി മറ്റൊരു കലുങ്കിന്റെ നിർമ്മാണം ഏറെ കാലത്തിന് ശേഷം ഈയിടെയാണ് പൂർത്തിയായത്. വലിയൊരു ദുരിതകാലത്തിന് ശേഷം യാത്രക്കാർക്ക് ആശ്വാസമില്ലാത്ത രീതിയിലാണ് അടുത്ത കലുങ്കിന്റെ നിർമ്മാണം നടക്കുന്നത്. പണികൾ സമയബന്ധിതമായി നടത്താത്തതിനാൽ യാത്രക്കാർ നേരിടുന്ന ദുരിതത്തിന് അറുതി വരുത്തണമെന്നാണ് ആവശ്യം. മുസ്ലിം ലീഗ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് RA അബ്ദുൽ മനാഫ് പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ AM സനൌഫൽ, PM ഷെരീഫ്, PM മുഹസിൻ, VK ഉമ്മർ ഹാജി തുടങ്ങിയവർ സംസാരിച്ചു. പൂങ്ങുന്ന വഴിയോര കച്ചവടക്കാർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ചെക്ക് കൈമാറി. CPL ലോക്കൽ കമ്മിറ്റി അംഗം N രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ ശെൽവൻ, വിഷ്ണു എന്നിവർ തൃശൂർ ജില്ലാ കളക്ടർക്ക് ചെക്ക് കൈമാറി. പഴയകാല കാർഷിക ഗൃഹ ഉപകരണങ്ങളുടെ മാതൃക നിർമ്മിച്ച് ശ്രദ്ധേയനായി എരുമപ്പെട്ടി വീരത്ത് വളപ്പിൽ മോഹനൻ. സ്വന്തം വീട്ടുമുറ്റത്ത് പ്രദർശനവും മോഹനൻ ഒരുക്കിയിട്ടുണ്ട്. പഴയകാല സംസ്കാരത്തെ പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെയാണ് മോഹനൻ വിസ്മൃതിയിലായ ഗൃഹ ഉപകരണങ്ങളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും മാതൃകകൾ നിർമ്മിച്ചിട്ടുള്ളത്. വീടുകളിൽ ഉപയോഗിച്ചിരുന്ന ഈർക്കിളിച്ചൂലും അമ്മിയും ഉരലും പാളത്തൊട്ടിയും പറകളും മുറവുമെല്ലാം മോഹനന്റെ കരകൗശല വസ്തുക്കളുടെ ശേഖരത്തിലുണ്ട്. കാളവണ്ടി, കാർഷിക ഉപകരണങ്ങളായ നുകം, കലപ്പ, നിലപ്പലക, ജലചക്രം, തുമ്പി, തെക്കൊട്ട എന്നിവയുടെ മാതൃകയും നിർമ്മിച്ചിട്ടുണ്ട്. കളരി ആയുധങ്ങളായ ഉറുമിയും പരിചയും സംഗീത ഉപകരണങ്ങളും യന്ത്ര ഊഞ്ഞാലും ഉൾപ്പെടെ മോഹനന്റെ കരവിരുതിൽ പിറവിയെടുത്ത ഒട്ടനവധി മാതൃകകൾ പ്രദർശനത്തിന് ഒരുക്കിയിട്ടുണ്ട്. മകൻ മുകേഷിന്റെ മകൾ 7 വയസ്സുകാരിയായ ദക്ഷയും അച്ചാച്ചന് സഹായിയായി കൂടെയുണ്ട്. പഴയകാല സാധനങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്നത് നമ്മുടെ നാട്ടിൽ പുറത്ത് കാണാനില്ലാത്തത് കൊണ്ട്
എനിക്ക് അതൊക്കെ ഉണ്ടാക്കണം എന്നുള്ള മനസ്സിൽ നിന്ന് അതൊക്കെ എല്ലാം വിട്ടെറിഞ്ഞ് പോയ ഒരു സാഹചര്യത്തിലായ കാരണം ഉണ്ടാക്കി ഇന്നത്തെ ജനറേഷന് കാണിക്കണം എന്നൊരാഗ്രഹം. അവരത് കണ്ടുപഠിക്കണം. ആ വക മുതലുകൾ ഉണ്ടെങ്കിൽ ഇന്ന് മാനസികമായിട്ട് ശാരീരികമായിട്ടും ആർക്കും രോഗങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. എരുമപ്പെട്ടി INTUC ചുമട്ടുതൊഴിലാളിയായിരുന്നു 60-കാരനായ മോഹനൻ. മികച്ച ഗായകൻ കൂടിയായ മോഹനൻ തൊഴിലിൽ നിന്ന് വിരമിച്ചതിനു ശേഷം ചാരിറ്റി സംഘടനകൾക്കു വേണ്ടി തെരുവ് ഗാനമേളയിലും പങ്കെടുക്കാറുണ്ട്. ഞായറാഴ്ച വീട്ടുമുറ്റത്ത് ഒരുക്കിയിട്ടുള്ള പ്രദർശനശാലയുടെ ഉദ്ഘാടനം നടക്കും. TCV ന്യൂസ്, എരുമപ്പെട്ടി. കേരളത്തിലെ ജലശുദ്ധീകരണ രംഗത്തെ സംരംഭകരുടെ സംഘടനയായ വാട്ടേഴ്സ് കേരളയുടെ 2ാമത് വാട്ടർ എക്സ്പോ ഈ മാസം 27-28 തീയതികളിൽ കൊച്ചിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മന്ത്രി റോഷി അഗസ്റ്റിൻ എക്സ്പോ ഉദ്ഘാടനം ചെയ്യും. മലിനജല സംസ്കരണം ആധുനിക രീതിയിൽ നടപ്പിലാക്കാവുന്ന മാതൃകകളും പുതിയ ആശയങ്ങളുടെ പരീക്ഷണങ്ങളും എക്സ്പോയിൽ നടക്കും. രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ നടക്കുന്ന എക്സ്പോയിൽ പ്രവേശനം സൌജന്യമായിരിക്കും. വാട്ടേഴ്സ് കേരള സംസ്ഥാന പ്രസിഡന്റ് അനൂപ് മാധവൻ, എക്സ്പോ ചെയർമാൻ T. ദേവദാസ്, മറ്റ് ഭാരവാഹികളായ സാനു സണ്ണി, റാഹിദ് അഴിക്കോട്, TR പോൾസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഗ്രീൻ വാരിയേഴ്സ് ഗ്രൂപ്പിന്റെ 2ാമത് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ ഈ മാസം 5 മുതൽ 8 വരെ ലളിതകലാ അക്കാദമിയിൽ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 55 വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫേഴ്സിന്റെ 73 ഫോട്ടോകൾ പ്രദർശനത്തിലുണ്ടാകും. ഗ്രീൻ വാരിയേഴ്സ് അംഗങ്ങളായ K. നൌഷാദ്, P. മധുസൂദനൻ, CU ശ്രീൻ, അഭിജിത്ത് വാര്യർ, അനിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കാട്ടൂരിൽ ശ്രീനാരായണ ധർമ്മവേദിയുടെയും കാട്ടൂർ ശാഖയുടെയും സംയുക്താഭിമുഖ്യത്തിൽ അമ്മമാരെ ആദരിക്കൽ ചടങ്ങ് നടന്നു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി സൌത്ത് ഇന്ത്യൻ R. വിനോദ് ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ സഹോദര ധർമ്മവേദി തൃശൂർ ജില്ലാ സെക്രട്ടറി KS ജോഷി അധ്യക്ഷനായിരുന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PV പത്മപ്രഭ ജ്യോതി, ചന്ദ്രൻ പെരുമ്പള്ളി, TL ദാസ്, ലിനി രമേശ്, സുധീർ ചെരുവിൽ, രജീഷ് കോപ്പുള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു. അമല മെഡിക്കൽ കോളേജ് മൈക്രോബയോളജി വിഭാഗം വൈറോളജിയെ അധികരിച്ച് കോൺഫറൻസ് നടത്തി. ഡയറക്ടർ ഫാദർ ജൂലിയസ് അറക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. ജോയിന്റ് ഡയറക്ടർ ഫാദർ ജെയ്സൺ മുണ്ടൻമാണി, അസോസിയേറ്റ് ഡയറക്ടർ ഫാദർ ആന്റണി മണ്ണുമൽ, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ രാജേഷ് ആന്റോ, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ദീപ്തി രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉടുക്കുവാദ്യ ശാസ്താംപാട്ട് കലാകാര സംഘം വടക്കാഞ്ചേരി മേഖലാ കമ്മിറ്റി പ്രഥമ വാർഷികാഘോഷം വടക്കാഞ്ചേരി കേരളവർമ്മ വായനശാല ഹാളിൽ നടന്നു. ശാസ്താംപാട്ട് മാമാങ്കത്തിന് ശേഷം നടന്ന സമാദരണ സദസ്സ് കലാമണ്ഡലം വിസിറ്റിംഗ് പ്രൊഫസർ പെരിങ്ങോട് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. MM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മച്ചാട് സുബ്രഹ്മണ്യൻ, VK ശിവരാമൻ, മച്ചാട് തങ്കരാജ്, രഞ്ജിത്ത് അകമല, രാജൻ മച്ചാട് എന്നിവർ പങ്കെടുത്തു. ഹരിത കേരളം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി വെള്ളറക്കാട് വിവേകസാഗരം UP സ്കൂളിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ MV ധനീഷ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക PR വിജയശ്രീ, മാനേജ്മെന്റ് പ്രതിനിധി PP ഹരൻ, PTA പ്രസിഡന്റ് ഡോക്ടർ ഫസലു, MPTA പ്രസിഡന്റ് ധന്യ, ക്യാമ്പ് കോർഡിനേറ്റർ PS ഷബീന എന്നിവർ സംസാരിച്ചു. അല്ല, അതിനൊന്നും ഞാനെന്തിനാ ഇത്രയും കാലം ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചില്ലേ, അതുപോലെ തന്നെ നിങ്ങളും ജീവിക്കുന്നേ. ഇങ്ങനെയാണെങ്കിലേ ഞങ്ങൾ അപ്പൂപ്പനെത്ര ജീവിക്കത്തില്ല. ഞാൻ കാരണം എനിക്ക് ഒരു കുഴപ്പവും വരണ്ട. ഓ, ഈ അപ്പൂപ്പനെ കൊണ്ട് തോറ്റു അപ്പൂപ്പ, അതും കുഴപ്പമായോ? ഓണത്തിന് ഒരു വട്ടിപ്പൂവ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി CPM ബ്രഹ്മകുളം ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് നടന്നു. CPM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PG സുബിദാസ് പുഷ്പകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം BR സന്തോഷ് അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് മെമ്പർ ശ്രീവിത ഷാജി, VK മോഹനൻ, KV ഷാജു, TC ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു.
ഓണത്തിനോടനുബന്ധിച്ച് കടങ്ങോട് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ആരംഭിച്ചു. ആദൂരിൽ കുറ്റിയിൽ മുഹമ്മദ് കുട്ടിയുടെ തോട്ടത്തിൽ ചെയ്ത ചെണ്ടുമല്ലി കൃഷിയുടെ ആദ്യ വിളവെടുപ്പിൽ പ്രസിഡന്റ് മീന സാജൻ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിർവഹിച്ചു. വിളവെടുപ്പ് ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലളിത ഗോപി, ബ്ലോക്ക് അംഗം കെ മണി, വാർഡംഗം പി എ മുഹമ്മദ് കുട്ടി, കൃഷി ഓഫീസർ വിപിൻ പൌലോസ് എന്നിവർ പങ്കെടുത്തു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കാട്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എം.ഐ. അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എ.പി. വിൽസൺ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർ ഇ.എൽ. ജോസ്, ജോമോൻ വലിയ വീട്ടിൽ എന്നിവർ സംസാരിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളും വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റിയും സംയുക്തമായി മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി കെ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി.ജി. ജയദീപ് അധ്യക്ഷത വഹിച്ചു. ഡിസിസി ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ, യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി പി.എൻ. വൈശാഖ്, മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ, ഹരീഷ്, മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി സന്ധ്യ കൊടക്കാടത്ത്, യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷഫീഖ് എന്നിവർ സംസാരിച്ചു. തൃശൂർ വി.കെ. മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന 38ാമത് കേരള സ്റ്റേറ്റ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്റർ ക്ലബ് വിഭാഗത്തിൽ 272 പോയിന്റ് നേടി കേരള പോലീസ് ചാമ്പ്യന്മാരായി. കേരള പോലീസ് ടീമിനു വേണ്ടി 7 പേരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. തൃശൂർ സിറ്റിയിൽ നിന്നും പങ്കെടുത്ത 3 പേരിൽ വിജീഷ് സി.ഡി 61 കിലോ വിഭാഗത്തിൽ വെങ്കല മെഡലും, സ്റ്റിജോ ജോസ് 61 കിലോ വിഭാഗത്തിൽ സിൽവർ മെഡലും, അരുൺ കെ.എച്ച് 109 വിഭാഗത്തിൽ സിൽവർ മെഡലും കരസ്ഥമാക്കി. മെഡൽ കരസ്ഥമാക്കിയവരെ കമ്മീഷണർ ആദരിച്ചു. മങ്ങാട്ടുകാവ് അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത മലയാള കഥാരൂപ സപ്താഹയജ്ഞം ആറാട്ടോടെ സമാപിച്ചു. ഘോഷയാത്ര അകമ്പടിയോടെ ക്ഷേത്രക്കുളത്തിൽ ആറാട്ട് നടന്നു. നിവേദ്യമായി പായസം, തേൻ എന്നിവ വിതരണം ചെയ്തു. മങ്ങാട് മുരളീധരൻ നമ്പീശൻ യജ്ഞാചാര്യനും രാധാദേവി യജ്ഞ പൌരാണികയുമായി സപ്താഹയജ്ഞത്തിന് മങ്ങാട്ടുകാവ് ദേവസ്വം പൂരം സംയുക്ത കമ്മിറ്റി നേതൃത്വം വഹിച്ചു. ഇനി ഇന്നത്തെ സ്വർണ്ണവെള്ളി പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6650 രൂപ, പവന് 53,200 രൂപ, വെള്ളി ഗ്രാമിന് 90 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3188 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് മുൻമന്ത്രി വി എസ് സുനിൽകുമാർ. സർക്കാർ നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിടണമെന്നും സുനിൽകുമാർ. പൂരം കലക്കിയത് ഇടത് നേതാക്കളെന്ന് ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ അനീഷ് കുമാർ. പി.വി. അൻവറിന്റെ വെളിപ്പെടുത്തലുകളെക്കുറിച്ച് സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് ബി.ജെ.പി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശോഭാ സുരേന്ദ്രൻ. സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മൌനം വെടിയണമെന്നും ശോഭാ സുരേന്ദ്രൻ. വടക്കാഞ്ചേരി അകമലയിൽ നിയന്ത്രണം വിട്ട കാർ തോട്ടിലേക്ക് മറിഞ്ഞ വയോധികയ്ക്ക് ദാരുണാന്ത്യം. ചേലക്കര സ്വദേശിനി സുസമ്മയാണ് മരിച്ചത്. മണ്ണുത്തിയിൽ പിക്കപ്പ് വാനിടിച്ച് വീട്ടമ്മ മരിച്ചു. കേരള വിഷന്റെ സംരംഭക കൺവെൻഷൻ ഈ മാസം 5-ന് പുഴയ്ക്കൽ ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിക്കും. ഗ്രാമീണ മേഖലയിലെ ഇന്റർനെറ്റ്, കേബിൾ ടിവി കണക്ടിവിറ്റിയിൽ രാജ്യത്ത് ഒന്നാമതെത്തുക എന്ന ലക്ഷ്യവുമായാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. പാടു ഇടിയഞ്ചിറ റെഗുലേറ്റർ നവീകരണം അനന്തമായി നീളുന്നു. കൃഷിയും കുടിവെള്ള പദ്ധതിയും പ്രതിസന്ധിയിലാകുമെന്ന ആശങ്കയിൽ കർഷകർ. കുന്നംകുളം ബസ് സ്റ്റാൻഡിൽ നിന്ന് മോഷണം പോയ ബസ് ഗുരുവായൂരിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട് ബസ്സിലെ മുൻ ജീവനക്കാരനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.